Hi friends, നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്. അതായത് മറ്റ് വേർഡുകളിൽ നിന്ന് ഉണ്ടാകുന്ന വേർഡുകളും പിന്നെ പ്രിഫിക്സിൻ്റെയും സഫിക്സിൻ്റെയും ഉപയോഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് ഓഫ് എ വേർഡ്. അതായത് ഒരു റൂട്ട് വേർഡിൻ്റെ മുന്നിൽ വയ്ക്കുന്ന ലെറ്റേഴ്സാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സാണ് റൂട്ട് വേർഡിൻ്റെ മുന്നിൽ വയ്ക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് ഓഫ് എ വേർഡ്. അതായത് ഇവിടെ റൂട്ട് വേർഡ് എന്ന് പറയുന്ന എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹാപ്പിയുടെ മുന്നിൽ എന്നുള്ള വേർഡ്സ്, എന്നുള്ള രണ്ട് ലെറ്റർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റർ ആയിട്ടുള്ള ഹാപ്പിയുടെ മുന്നിൽ ചേർത്തപ്പോൾ അൺഹാപ്പിയായി. അപ്പോൾ അൺഹാപ്പി എന്നുള്ളത് ഹാപ്പി റൂട്ട് വേർഡും മറ്റേത് പ്രിഫിക്സും, എന്നുള്ളത് പ്രിഫിക്സും. അടുത്ത സഫിക്സ് എന്താന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ റൂട്ട് ഓഫ് എ വേർഡ്. അപ്പോൾ റൂട്ട് വേർഡിൻ്റെ ശേഷം നമ്മൾ വയ്ക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സാണ് സഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് എന്ന് പറഞ്ഞാൽ ആഫ്റ്ററും, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ബിഫോറിലും കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സാണ്. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗ്രേസ്ഫുൾ, ഈ ഫുൾ എന്നുള്ളത് സഫിക്സ് ആണ്. ഇവിടെ ഗ്രേസ് എന്നുള്ള റൂട്ട് വേർഡിൻ്റെ ശേഷം കൊടുത്തിട്ടുള്ള സഫിക്സ് ആണ് ഫുള്ള്. അതുപോലെ സിക്നെസ്സിൽ സിക്ക് എന്നുള്ള വേർഡിൻ്റെ ശേഷം കൊടുത്തിട്ടുള്ള സഫിക്സ് ആണ് നെസ് എന്നുള്ള ഈ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്, NESS. ഇപ്പോൾ സിക്കാണ് ഇവിടെ റൂട്ട് വേർഡ്, നെസ് എന്നുള്ളത് സഫിക്സ് ആണ്. ഇനി ബേസിക് ഇൻഫോ കൊടുത്തിട്ടുണ്ട്. പ്രിഫിക്സ്, മീനിങ്, എക്സാമ്പിൾസ്. ഇപ്പോൾ പ്രിഫിക്സിൻ്റെ ഈ NM എന്നുള്ള പ്രിഫിക്സിൻ്റെ മീനിങ് എന്ന് വരുന്നത് കോസ് ടു എന്നാണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എൻകോഡ്. NM എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് കോസ് ടു. എന്നുള്ളതിൻ്റെ മീനിങ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നോട്ട് എന്നുള്ള അർത്ഥമാണ് വരിക. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അൺഫെയർ. ഡിസ് എന്നുള്ളതിനും നോട്ട് എന്ന് തന്നെയാണ് അർത്ഥം വരിക. ഡിസഗ്രി, ഡിസ്ഓണസ്റ്റ്, അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. എന്നുള്ളതിൻ്റെ മീനിങ് തന്നെയാണ് വരുന്നത്, ഇൻലാൻഡ്. ഒരർത്ഥം അങ്ങനെയാണ് വരുന്നത്. വീണ്ടും ഇം, ഇൽ, ഇർ എന്നുള്ളതിൻ്റെ അർത്ഥം നോട്ട് എന്നാണ് വരുന്നത്. അപ്പോൾ എന്നുള്ള മീനിങ്ങും വരുന്നുണ്ട്, നോട്ട് എന്നുള്ള മീനിങ്ങും വരുന്നുണ്ട്. എക്സാമ്പിൾസ് ഉണ്ട്. ഇൻആക്റ്റീവ്, ഇല്ലീഗൽ, ഇറസ്പോൺസിബിൾ. ഇനി മിസ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് റോങ്ലി എന്നാണ്. എക്സാമ്പിൾ മിസ്ഫയർ. എന്നുള്ളതിൻ്റെ മീനിങ് എഗെയിൻ എന്നാണ് വരുന്നത്. സബ് എന്നുള്ളതിൻ്റെ അണ്ടർ എന്നാണ് മീനിങ് വരുന്നത്. എക്സാമ്പിൾ സബോർഡിനേറ്റ്. ഇവിടെ റീൻ്റെ എക്സാമ്പിൾ റീഗെയിൻ. ഇനി മിഡ് എന്നുള്ള പ്രിഫിക്സിൻ്റെ അർത്ഥം വരുന്നത് മിഡിൽ എന്നുള്ളതാണ്. മിഡ്, എക്സാമ്പിൾ മിഡ്. ഫോർ എന്നുള്ള സഫിക്സ്
സഫിക്സിൻ്റെ അർത്ഥം വരുന്നത് ബിഫോർ. ഫോർ എന്നുള്ളത് പ്രിഫിക്സാണ്. സോ ഫോർ എന്ന പ്രിഫിക്സിൻ്റെ അർത്ഥമാണ് ബിഫോർ. എക്സാമ്പിൾ ഫോർസൈറ്റ്. ഡി എന്നുള്ള പ്രിഫിക്സിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ്. അതിൻ്റെ എക്സാമ്പിൾ ഡെഡ്. ഡി അഡിക്ഷൻ. ഇൻ്റർ എന്നുള്ള പ്രിഫിക്സിൻ്റെ അർത്ഥം ബിറ്റ്വീൻ. എക്സാമ്പിൾ ഇൻ്ററാക്റ്റ്. ഇനി സഫിക്സ് മീനിങ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. അസി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓർ ക്വാളിറ്റിയാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾ അക്യുറസി. അൽ എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ആക്ഷൻ, ട്രയൽ. എക്സാമ്പിൾ ട്രയൽ. ആൻസ് അല്ലെങ്കിൽ എൻസ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് സ്റ്റേറ്റ് ഓർ ക്വാളിറ്റി. എക്സാമ്പിൾ ആംബിയൻസ്. ഇസം എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ബിലീഫ് എന്നാണ്. എക്സാമ്പിൾ ജുദൈസം. മെൻ്റ് എന്നുള്ളതിൻ്റെ കണ്ടീഷൻ എന്നാണ് അർത്ഥം വരുന്നത്. എക്സാമ്പിൾ ആർഗ്യുമെൻറ്റ്. നെസ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് സ്റ്റേറ്റ്. എക്സാമ്പിൾ ഹെവിനെസ്. ഷൻ അല്ലെങ്കിൽ ഷൻ, SION അർത്ഥം വരുന്നത് സ്റ്റേറ്റ്. എക്സാമ്പിൾ പൊസിഷൻ. എൻ എന്നുള്ളതിൻ്റെ അർത്ഥം ബിക്കം. സ്ട്രെങ്തൻ. എക്സാമ്പിൾ സ്ട്രെങ്തൻ. ഇഫി അല്ലെങ്കിൽ ഫൈ എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് മേക്ക്. എക്സാമ്പിൾ സിംപ്ലിഫൈ. ഏബിൾ അല്ലെങ്കിൽ ഐബിളിൻ്റെ അർത്ഥം വരുന്നത് മീനിങ് വരുന്നത് ക്യാപ്പബിൾ. അതിൻ്റെ എക്സാമ്പിൾ ഓഡിബിൾ. ആസ് അല്ലെങ്കിൽ ഔസിൻ്റെ മീനിങ് വരുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ. എക്സാമ്പിൾ ജലസ്. ഇഷിൻ്റെ മീനിങ് വരുന്നത് ക്വാളിറ്റി. എക്സാമ്പിൾ ചൈൽഡിഷ്. ഈവിൻ്റെ മീനിങ് വരുന്നത് നേച്ചർ. എക്സാമ്പിൾ ഇൻഫോർമേറ്റീവ്. ലെസ്സിൻ്റെ മീനിങ് വരുന്നത് വിത്തൗട്ട്. എക്സാമ്പിൾ മീനിങ്ലെസ്. ലൈ അതിൻ്റെ മീനിങ് വരുന്നത് ക്വാളിറ്റി. എക്സാമ്പിൾ സോഫ്റ്റ്ലി. വാട്സ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ഡയറക്ഷൻ, ടുവേർഡ്സ്. ദ പ്രിഫിക്സ് ആൻറ്റി മീൻസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ദ പ്രിഫിക്സ് ആൻറ്റി മീൻസ്. ആൻറ്റിയുടെ മീൻ വരുന്നത് എഗെയിൻസ്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ടേക്കൺ പാർട്ട് ഇൻ എ ഡാഷ് ഡെമോക്രസി ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രിഫിക്സ് ചൂസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് പ്രോ എന്നാണ് ആൻസർ. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ടേക്കൺ പാർട്ട് ഇൻ എ പ്രോ ഡെമോക്രസി ഡെമോൺസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിഫിക്സും സഫിക്സസും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.